പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ദിവസമാണ്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അമ്മ ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ വരികയും നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യും. നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പ്രാർത്ഥന അവസാനം വരെ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. നിന്നിലൂടെ ഒരാളെങ്കിലും ഈശോയെ അറിയുവാനും അവിടുത്തെ വിശ്വസിക്കാനും ഇടയായാൽ കർത്താവ് തീർച്ചയായും നിനക്കതിൻ്റെ പ്രതിഫലം നൽകും. മർക്കോസ് 9:41 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കുവാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമാണ് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നത്. അതുവഴി നമ്മളെ ഈശോയിലേക്ക് എത്തിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളിൽ ഒരാളാക്കുവാനാണ് അമ്മ നമ്മളെ പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ പ്രാർത്ഥന ഈശോ വഴി വേഗത്തിൽ തന്നെ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു തരുവാൻ സഹായിക്കുന്നു. സഞ്ചാരി മാതാവായ പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനത്തിൽ വരികയും നമ്മുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കുകയും നമുക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും. പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, നാളിതുവരെയും ഞാൻ ചെയ്ത തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ തെറ്റുകളെ പ്രതി ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഇനിയുള്ള കാലം ഈശോയെ സ്നേഹിക്കുവാനും വിശ്വാസത്തിൽ ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. അമ്മേ മാതാവേ, മുള്ളുകൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതപാതയിൽ അവിടുന്ന് പ്രകാശമായി കടന്നു വരണമേ. ഞങ്ങളിപ്പോൾ നേരിടുന്ന ഞങ്ങളുടെ വിഷമങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റണമേ. അമ്മേ മാതാവേ, അമ്മയുടെ സ്നേഹത്തിന് ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഉണ്ണീശോയെ കൈപിടിച്ച് നടത്തിയ അമ്മയുടെ കൈകൾ കൊണ്ട് തന്നെ ഞങ്ങളുടെ കൈകളും പിടിക്കണമേ. ഞങ്ങളെ വിശ്വാസത്തിൻ്റെ പാതയിൽ നടത്തണമേ. ഒരിക്കലും ഞങ്ങൾ വീണു പോകുവാൻ അമ്മ ഇടവരുത്തരുതേ. അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഭക്തിയോടെ ഏകമനസ്സോടെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ കുടുംബത്തിലും ഈ പ്രാർത്ഥന തീരും മുൻപ് തന്നെ അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തണമേ. അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളെ പ്രാർത്ഥനയെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളിലും ഇന്ന് അമ്മ ഇടപെടണമേ. അമ്മയുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്ന മക്കളിൽ അമ്മയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥനയെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളിലും ഇന്ന് അമ്മ ഇടപെടണമേ. അമ്മയുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്ന മക്കളിൽ അമ്മയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ ഞങ്ങളുടെ ഈ കുടുംബത്തെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും നൽകി അവരെ അമ്മ അനുഗ്രഹിക്കണമേ. അമ്മയുടെ സംരക്ഷണത്തിൻ്റെ വലയം അവരുടെ മേലും അവരുടെ കുടുംബത്തിൻ്റെ മേലും ഉണ്ടായിരിക്കണമേ. അമ്മേ മാതാവേ, പലവിധ പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന മക്കളെയും റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെയും ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന മക്കളെയും എല്ലാം ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യേക അനുഗ്രഹം അവരുടെ മേൽ ഉണ്ടായിരിക്കണമേ. ഇന്ന് അമ്മയുടെ സാന്നിധ്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അവരാഗ്രഹിക്കുന്ന വിജയം അവർക്ക് നൽകുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിക്കായി ശ്രമിക്കുന്ന മക്കളെയും നാട്ടിലും വിദേശത്തുമായി ജോലി ചെയ്യുന്ന മക്കളെയും എല്ലാം ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ അവരുടെ വരുമാന മേഖലയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്നിടങ്ങളിൽ സമാധാനവും സന്തോഷവും അവർക്ക് നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മക്കളെയും സ്വന്തമായൊരു ഭവനത്തിനായി ആഗ്രഹിക്കുന്ന മക്കളെയും മറ്റു ലോണുകൾക്കായി ശ്രമിക്കുന്നവരെയും എല്ലാം ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന തീരും മുൻപ് തന്നെ അമ്മ അവർക്കൊരു വഴി തുറന്നു കൊടുക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ വേദന ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോയോട് പറഞ്ഞ അമ്മയുടെ കാരുണ്യത്തെ ഇന്ന് ഞങ്ങളിലും പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ദുഃഖത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ആശ്രയമേ, അമ്മയുടെ മക്കളായ ഞങ്ങളെ അവിടുത്തെ അത്ഭുതത്തിനും അടയാളത്തിനും സാക്ഷികളാക്കണമേ. അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിൻ്റെ അടയാളമായി ഇന്ന് ഞങ്ങൾക്ക് അവിടുന്നൊരു അടയാളം കാണിച്ചു തരണമേ. അമ്മേ ദൈവമാതാവേ, നാളിതുവരെയും ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയോടും അമ്മയോടും ഞങ്ങൾ നന്ദി പറയുന്നു.
നാളത്തെ ഞങ്ങളുടെ ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങൾ ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈശോയുടെയും അമ്മയുടെയും പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുനാമത്തിന് എന്നേക്കും മഹത്വവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്നു. പന്ത്യുസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.